എന്നാ ആലോചിക്കണേ പിള്ള? ആ തോട്ടി പോവാ. നമുക്ക് അയ്യോ തട്ടിക്കളയാൻ പാടില്ല. അത് മുട്ടുവിനെ കാണിച്ചു കൊടുക്കാൻ പോയിട്ട് കേട്ടാ. അയ്യോ പൊട്ടുപോയി. അയ്യോ തൂക്കല്ലേ, തൂക്കടി. മൂക്കത്തൊക്കെ ആക്കിടേ, നശിപ്പിച്ച്. ചെറുക്കൻ്റെ അപ്പൂപ്പ വഴക്കുറ വിട്ട് അങ്ങനെ. അയ്യോ ഓ നല്ല ഭംഗിയുള്ള കൃഷ്ണനായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ടിഷ്യൂ വെച്ച് തുറക്കണം. മതി എന്നാ പോ. ഇങ്ങനെ. ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ കാശിനെ കൃഷ്ണനാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആളൊന്ന് ടെററായിട്ടിരിക്കുവാണ്. എൻ്റെ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊന്ന് കൃഷ്ണനാക്കി എടുക്കാം. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു കാശിനെ കൃഷ്ണനാക്കണ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ നമ്മുടെ ശ്രീകൃഷ്ണജയന്തിയാണ്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് കാശിനെ റെഡിയാക്കിയിട്ട് ഒന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നാളെ അതിനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് നേരെ കാശിനെ കൃഷ്ണനാക്കാൻ പോവാം. അയ്യോ വയലിടല്ലേ പൊന്നെ, ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാശിനെ കൃഷ്ണനാക്കണ വീഡിയോയിലോട്ട് പോവാം അല്ലേ? എന്തിനാ കരയണേ? എന്നാ ഓക്കെ, ഇതും തരാം. അപ്പൊ കാശിനെ നമ്മള് സുന്ദരനാക്കാൻ പോവാ. ആ പൗഡർ ഇട്ടു. അയ്യോ എന്നെ മുണ്ടി അത് ഇച്ചിരി ഇട്ടാ ഇനി ഇളക്കിക്കും. അതിനകത്തിട്ട് ഇങ്ങനെ കൈയിട്ട് കാണിച്ചോ. കാശിനെ അടക്കിയിരിക്കാൻ ഇരുത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെയുള്ളു വഴികള്. കാശിക്ക് നമ്മളതൊന്ന് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിന്റെ അമ്മയുടെ കയ്യിലുണ്ട്, നോക്കി എടുത്തോ. അതെടുത്തിട്ടോ. അപ്പം ബാക്കി പൗഡർ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് കാശിനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അയ്യോ മതി, ഇനി വേറെ തരാം ഇനി. ഇന്ന മൈലാഞ്ചി ഇങ്ങനെ ഇതെടുത്തോ. അയ്യോ അത് വേണ്ട, അത് തരാം. ഇത് നോക്കി നമ്മുടെ കയ്യിലിട്ട് തരും. ഇങ്ങനെ ഇട്ടതാ. ഒത്തിരി പണിപ്പെടുമെന്ന്. വേണ്ട, പണിപ്പെടും. അപ്പം നമുക്കൊന്ന് കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ കാശിനെ ഒന്ന് കൃഷ്ണനാക്കി എടുക്കാം. കാശി എന്താ ചെയ്യുന്നേ? പൗഡർ ഇടണേ കേട്ടോ. കൊച്ചു പൗഡർ ഇടുവാണേ. ഇട്ടോ മേത്തൊക്കെ ഇട്ടോട്ടാ. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയൊന്ന്. അമ്മ നോക്കട്ടെ. വേണം പൊടി. പൊടി ഇടട്ടെ. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. അന്ന് നമുക്ക് കട്ടിലമ്മ പോയി എഴുതാം. വേണം. അപ്പൊ ഞങ്ങള് കട്ടിലമ്മ പോയിട്ട് എഴുതിയിട്ട് വരും. ഇവിടെ നിന്ന് എഴുതിയാൽ ശരിയാവത്തില്ല. ചെറുക്ക സമ്മതിക്കുള്ള. കണ്ടില്ലേ കോലം? കാശി കൺമശി എഴുതാണ്ട് കിടന്നൊക്കെ തരൂ കേട്ടോ. ഇരുന്ന് എഴുതാനേ പിള്ളക്ക് ഇഷ്ടമല്ലാത്ത. അപ്പൊ നമുക്ക് സുന്ദരനാവാ കാശി? സുന്ദരനാവാ? ചിരിച്ചൊന്ന്. അപ്പൊ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങള് കാശിയുടെ പിരികത്തിന്റെ മുകളിൽ കുറച്ച് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കുറെ നേരം എടുത്തിട്ട് ഒന്ന് ചെയ്തെടുത്തത്. ബഡ്സ് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 കുഞ്ഞിപ്പിരിയും വരച്ചു കൊടുത്തിട്ടുണ്ട്. വയലിടില്ല മുന്നേ. ഇനി പൗഡർ ഇടാം. നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി പൗഡർ ഇട്ട് കൊടുക്കാം. പൊട്ടൂത്തണ്ടേ? കാശി നമ്മളെല്ലാ ദിവസവും വട്ടപ്പൊട്ടാ തുടങ്ങണേ. ഈ പ്രാവശ്യം നമുക്ക് വട്ടപ്പൊട്ട് വേണ്ട. നമുക്ക് നീളത്തിൽ കൃഷ്ണന്റെ കൂട്ട് ഒരു പൊട്ട് ഇടാം കേട്ടോ. കണ്ണിപ്പോയത് നമ്മ തൂത്തളയാലോ. ഓക്കെ, കണ്ട കയ്യിൽ നിറച്ച് കുങ്കുമായതേ. ഇത് കണ്ട, അതുകൊണ്ട് പൊട്ട് കണ്ണാട് നോക്കി പൊട്ട് കാണിച്ചു തരാം കേട്ടോ അമ്മ. ഒരു കുത്തൂത്തട്ടെ, ഒരു കുത്തൂത്തുള്ളൂ. ആയി നോക്കട്ടെ. അപ്പൊ നമ്മുടെ കയ്യിൽ കിടന്ന ഒരു കുഞ്ഞു ഷാളും കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടുപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാശിക്ക്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഒരുക്കാനായിട്ട്.
കാശി അത് വേണം. മാലയൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഉടുപ്പിച്ച മുണ്ട് ദേ പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഉടുപ്പിച്ചു കൊടുക്കണം. ചെറുക്കൻ മൊത്തത്തിൽ അലമ്പാണ്. ഇവിടെ ഒരു ആന, ആന വന്നേക്കണെന്ന്, വലിയ ആന. ഇന്നലെ വന്ന ആന വന്നേക്കണ. നോക്കി മുറ്റത്തേക്ക് നോക്കി, ആശിനെ പേടിച്ച ആന നീങ്ങിക്കേ. നമുക്ക് കാണാൻ പോവാട്ടാ, കണ്ടിരുന്നോ? പൊട്ട് കൊടുണ്ടേ? നോക്കി കാശിയുടെ ഉടുപ്പ് നോക്കിയേ, നോക്കി ചേട്ടന്മാരെ നോക്കിയേ കണ്ട കാശിയുടെ ഇങ്ങനത്തെ ഉടുപ്പ് എടുത്ത് ചുരുണ്ട കൈ കൊണ്ടിയേ. ഇനി കാശിക്ക് മാല, നല്ല സുന്ദരി മാല. കാണിച്ചു തരാം, കാണിച്ചു തരാം. പോയാ? എവിടെ പോയില്ല? അതേ നോക്കി. നോക്കി ഹായ് പറഞ്ഞേ. ഹായ്, നല്ല ഇഷ്ടല്ലേ? ഇതേ കാശിക്ക് ഒരു മാലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇടതേ. ഇത് നോക്കി ഇതേ ഊരിതേ. അനുവിന് നോക്കിട്ട് ഹായ് പറഞ്ഞേ. നോക്കിയേ, ഇത് നോക്കി. നല്ലതാണെന്ന് വെച്ചാ അവളോട് ഊര കാശിക്ക് ഇടണേക്കുമ്പോ ഇത് ഊരണതേ. ഇത് കണ്ടതേ. ഇത് നോക്കി കൃഷ്ണന്റെ സമ്മാനം. കിരീട ഒരു നമുക്ക്. അയ്യോ, തട്ടിക്കളയാൻ പാടില്ല. അത് മുട്ടുവിനെ കാണിച്ചു കൊടുക്കാൻ പോയിട്ട് കേട്ടാ. വേണ്ടേ? മുട്ടുവിനെ കാണിക്കാം നമുക്ക്. അത് നമുക്ക് അപ്പൂപ്പ എടുത്ത് തന്നെ പിള്ളക്ക്. തന്നെ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. അനുവിന് നോക്കിയേ. അയ്യോ പറക്കില്ല, ഇപ്പൊ വെച്ചോളൂ പൊന്നാ. എന്റെ കിരീട എന്റെ മൈപ്പീലി പറിച്ചെടുത്തേ. കണ്ണാടി കാണിച്ചേ അമ്മ. അത് ലാസ്റ്റ് വെക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കോലാലും കുഴപ്പമില്ല. നീ ഓടക്കുള്ളിൽ ഇങ്ങനെ ഊതാ. പിടിച്ച ഊതി നോക്കിട്ട് അത് കളഞ്ഞേ. ഊതേ, ഊതാൻ പറ്റും. എന്നാ ഊതിക്കേ ഭഗവാനെ. ഇത് കടിക്കല്ലേ എന്നാ ഊരല്ലേ പൊന്നെ. അമ്മ വേറെ ഇട്ടേ. അച്ഛനെ വിളിക്കട്ടെ. അയ്യോ, അച്ഛനെ വിളിക്കട്ടെ. എന്നാ ഇത് തുറന്നു തരാം. കൈ നോക്കി, കൈയാട്ടെ കാശിടതേ. കൈ കാട്ടി തരാം. കൈ കാട്ടി തരാം. ഇതിനകത്ത് ഇങ്ങനെ വരക്കണം. നോക്കി അമ്മ കാണിച്ചിരുന്നേ. കണ്ടാ ഇതിനകത്ത് ഇങ്ങനെ കുത്തിട്ടുണ്ടാവും. തൊട്ട് നോക്കിയതിനകത്ത് കൈ കൊണ്ട് തൊട്ട് നോക്കി. കയ്യിൽ പെയിന്റ് ആയാ നോക്കിയേ. പെയിന്റ് ആയ? അപ്പൂപ്പേന്റെ അടുത്ത് പറഞ്ഞ പെയിന്റ് ആയിന്ന്. അപ്പൂപ്പ പെയിന്റ് ആയ? അപ്പൂപ്പേ അയ്യോ പൊട്ടി പോയി. അയ്യോ തൂക്കല്ലേ, തൂക്കടി. മൂക്കത്തൊക്കെ ആക്കിടേ, നശിപ്പിച്ച് ചെറുക്കൻ്റെ. അപ്പൂപ്പ വഴക്കുറ വിട്ട് അങ്ങനെ. അയ്യോ, ഓ നല്ല ഭംഗിയുള്ള കൃഷ്ണനായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ടിഷ്യൂ വെച്ച് തുടക്കണം. പറിച്ചെടുക്കല്ലേ നമുക്ക്. ഇട്ടിട്ടേ മാല വാരിട്ടിട്ട് അതിനോട് പോക്കിരി അടിച്ചു കൊടുത്തേ. പോക്കിരി ഇടണേ എങ്ങനെ? ഇതേ അനു നോക്കണം. തെളങ്ങണ് ഊരല്ലേ പറിച്ചിട്ട്. നമ്മുടെ പൊന്നല്ല ഒരു ഫോട്ടോ ഇട്ടേ നോക്കി.
പോനുണ്ട്. ആ കയ്യിൽ വെക്കണ സാധനം ഒന്നും വെക്കാൻ ചെറുക്കാൻ സമ്മതിക്കുള്ളത്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വെക്കണമെങ്കിൽ പണി ഉണ്ട് ഇച്ചിരി. ഞങ്ങൾ തോട്ടിൽ പോവാ. തോട്ടിൽ കൊണ്ടുപോയിട്ട് കാശിനെ കളയാന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് കാശി ഇത്ര ഇടാൻ സമ്മതിച്ചേക്കണേ. ഒക്കെ ഇളക്കി കുറച്ച് കടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ചിരിച്ചു കാണിച്ചോളാം. ഒന്ന് ഉടക്കുള്ളൂ. തോട്ടിൽ പോകണം. ആ ഫ്രണ്ടിലെ തോട്ടിലാണ്ടാ പോണേ. ഞങ്ങള് മീനെ പിടിക്കുന്ന തോട്ടിലാ പോണേ. അതിനിപ്പോ 2 ഫോട്ടോ എടുത്തിട്ട് പോവാട്ടാ. പോരെ? ഓക്കെ, സമ്മതിച്ചിട്ടുണ്ടോ? ഫോട്ടോ എടുക്കാൻ സമ്മതിക്കോ? എടുക്കാം. ഞങ്ങൾക്ക് പോകാം. വടി ഞാനിതെങ്ങനെ ഓക്കെ നടന്നു പോകാം. എല്ലാരും കാണിച്ചു കൊടുത്തിട്ട് പോവാട്ടാ. നോക്കിയാ നോക്കി ശരി. അയ്യോ, ഇതും പിടിച്ചിട്ട് വേണം തോട്ടി പോയാൽ. അതുകൊണ്ട് നമുക്ക് അടിക്കാം. വണ്ടി കൊണ്ട് പിടിച്ചോ. അത് കൂരിട്ട് തോട്ടിൽ മീമിക്കിട്ട് കൊടുക്കാം. ഇന്നത് പിടിക്കും. മീമിക്കിട്ട് കൊടുക്കാം. മീമിക്ക് ചോറ് എടുത്തുണ്ട് അമ്മ പോയിട്ട്. അനുവിനൊന്ന് കാണിച്ചേ. ചിരിച്ച അനു നോക്കി. അനു നോക്കി ചിരിക്കും. എന്നിട്ട് നമുക്ക് പോവാം. പോകാം. തോട്ടിൽ പോവാ. അമ്മ എടുത്തിട്ട് വാ. നടന്നോ? തോട്ടി പോവാ. കാശി എന്നാ ആലോചിക്കണ്ടേ പിള്ള? തോട്ടി പോവാ. തോട്ടി പോവാ. കളത് കൊള്ളൂല. അപ്പി കളയി. തേങ്ങ കളഞ്ഞോ. ഇതാരുടെ വീടാ? ഇത്താത്തയുടെ. ഭഗവാനെ, ഇതൊക്കെ തോട്ടിക്കൊണ്ട് എറിയാൻ വേണ്ടി പോവേണ്ട. തോട്ടിലെറിയാൻ പോവല്ലേ? കഷ്ടപ്പെട്ട് ഞാൻ കൃഷ്ണനാക്കിയാണ്. കാശി തോട്ടിലെറിയാൻ വേണ്ടി പോവാന്ന് പറഞ്ഞേക്കണേ. സാധനം കൂലി എടുത്തിട്ടുണ്ട്. എടുത്തോ, കൈ പിടിച്ചോ. തോട്ടിലെറിയാം. എടുത്തോ, അത് തോട്ടിലെറിയണ്ടേ? മീമിക്ക് കൊടുക്കാൻ കൊണ്ടുപോവാണ് കാശി. എറിഞ്ഞതേ താത്തവനതേ. താത്ത കൊടുത്തേക്കാന്നാ. മീമിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാ. എടി, തോട്ടിലെറിയാണ്ട് നോക്കോട്ടാടി. മേടിച്ചെടുത്തോട്ടാടി. മതി. റോട്ടിലെത്തി. ചൂടുണ്ട് ഇതിൻ്റെ ഉള്ളില്. വാ. ഇങ്ങോട്ട് പോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കാശിനെ ഒരു കണക്കിന് റെഡിയാക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണനാക്കാൻ ഇത്ര പാടാന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഉപ്പാട്ടിളകി വേർത്ത് കുളിച്ച് ഞാൻ. ചെറുക്കനൊന്നും ഇടണ്ടെന്നാണ് പറയണേ. ഇനി നാളെ ഞാൻ എങ്ങനെ റെഡിയാക്കുമെന്ന് അറിയില്ല. കാശിക്ക് ഇഷ്ടമായാ? ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ പറയണാണ്. എന്നാ ഇഷ്ടമായി എന്ന് പറഞ്ഞേ. എന്നാൽ അവർക്ക് ഒരു ഉമ്മ കൊടുക്ക്. റെഡിയാക്കിയതല്ലേ, ഒരു കെട്ടിപ്പിടിച്ച അമ്മേനെ. സമാധാനം. ഒരു കെട്ടിയിട്ട് ഉമ്മാന്നില്ല. ഐ ലവ് യു പറ. ഞാൻ ഉണ്ടാക്കിയ പകുതി സാധനവും കാണലെല്ലാം പറിച്ചു കളഞ്ഞിട്ടാ. കിരീടമൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ പറിച്ചെടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അമ്മമാർക്കൊക്കെ കുട്ടികൃഷ്ണന്മാരെ റെഡിയാക്കണത് ഇത്ര പാടുള്ള കാര്യമൊന്നും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അടുത്തതും പറിച്ചെടുത്തിട്ടുണ്ട്. ഓടക്കുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. കാശി വരുമ്പോൾ അടുത്തേ. ബൈ.